ഞങ്ങൾ 20 സ്ഥാനാർത്ഥികളുമായി ഈ പഞ്ചായത്തിനകത്തുള്ള പ്രകടന പത്രിക നാം ജനങ്ങളിലേക്ക് കൊണ്ടുപോയത്. ആ പ്രകടന പത്രികയിൽ അക്കമിട്ട് നിർത്തുന്ന ആ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഉത്തരവാദിത്തമുണ്ട്. ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ദേവൻ മുതൽ ഈ അടുത്ത 5 വർഷക്കാലം വരെ ഈ പ്രകടന പത്രികയിൽ പറഞ്ഞ മുഴുവൻ തൽപരരായ സ്ത്രീകളെ പരിരക്ഷിക്കുന്ന മുഴുവൻ കാര്യങ്ങളും, അതുപോലെ മാഫിയകളെ അടിച്ചമർത്തുന്ന കോറിയ മാഫിയകൾക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഐക്യ ജനാധിപത്യ മുന്നണി പോവുക തന്നെ ചെയ്യും. അതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും വിശിഷ്യ ഐക്യ ജനാധിപത്യ മുന്നണിക്കും ബാധ്യതയുണ്ട്. അത് കൃത്യമായി നമ്മൾ ജനങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. ഞങ്ങളുടെ ജനങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്നത് വെറും വാഗ്ദാനമല്ല, നമ്മളൊരു വാഗ്ദാനത്തിന്റെ പിന്നിലല്ല, ഞങ്ങൾ അടുത്ത 5 വർഷക്കാലം നടപ്പിലാക്കുന്ന ഉറപ്പുകളുടെ മുന്നിലാണ് ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളെ സമീപിച്ചിട്ടുള്ളത്. നമ്മൾ ഈ നാട്ടിലെ ജനങ്ങളെ സമീപിക്കുന്നത് ഞങ്ങൾ ഈ പഞ്ചായത്തിനകത്തുള്ള 20 സ്ഥാനാർത്ഥികളും അതാത് വാർഡുകളിലെ ജനങ്ങളുമായി സംവേദിച്ചത്, അവരോട് സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വാർഡിൽ നിന്നും ജയിച്ചു വരുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ നാളുകളിൽ ആ വാർഡിനകത്തും ഈ പഞ്ചായത്തിന്റെ സർവോത്മകമായ വികസനത്തിനും വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കേണ്ടുന്ന അവകാശങ്ങൾ കൃത്യമായി അവർക്ക് നൽകുവാൻ, അവരുടെ ആനുകൂല്യങ്ങൾ രാഷ്ട്രീയത്തിന്റെ കാരണം പറഞ്ഞ് മാറ്റിവെക്കാതെ എല്ലാ ആളുകൾക്കും രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് മത, ജാതി, വർഗ ചിന്തകളില്ലാതെ അവരവർക്ക് അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ കൃത്യമായി നൽകുന്ന സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് നീങ്ങും. അതിനുവേണ്ടുന്ന മോണിറ്ററിംഗ് കമ്മിറ്റിയും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കൃത്യമായുണ്ട്. അതുകൊണ്ട് ഒരു തവണ കൂടി അടിവരയിട്ട് പറയുന്നു, CPM കഴിഞ്ഞ 5 വർഷക്കാലം മുമ്പേ കടലാസിൽ വരച്ചു വെച്ച പ്രകടന പത്രികയല്ല കോൺഗ്രസ് അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഇത്തവണ ജനങ്ങളുടെ മുന്നിലേക്ക് വായയ്ക്ക് തോന്നിയത് കോതക്ക പാട്ട് എന്നതുപോലെ പ്രകടന പത്രിക എഴുതി വെച്ച് 5 വർഷം അതിന്റെ മേലെ അടയിരുന്ന് ഭരിച്ചിട്ട് ഒരു നാണവും മാനവും ഉളുപ്പുമില്ലാതെ പിന്നെയും ആ പ്രകടന പത്രികയുടെ പല ഭാഗങ്ങളും വീണ്ടും റിവൈൻഡ് ചെയ്തെടുത്തുകൊണ്ടെന്ന് വീണ്ടും ഒരു പ്രകടന പത്രികയുമായി മുന്നിലേക്ക് വരാനുള്ള നിങ്ങൾക്ക് പോവുക തന്നെ ചെയ്യും. ഞങ്ങൾ അതിൽ പ്രതിബദ്ധത പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഈ പറയുന്ന കാര്യങ്ങളുടെ മേൽ ജനങ്ങളുടെ ഇടയിൽ കൃത്യമായ ബന്ധപ്പെട്ട കാര്യങ്ങൾ അഹോരാത്രം തോരാതെ വലിയ വലിയ സഖാക്കൾ വിളിച്ചു പറയുന്നു. യഥാർത്ഥത്തിൽ പെൻഷൻ നടപ്പിലാക്കിയ ആരാണ്? പെൻഷൻ വർദ്ധിപ്പിച്ചത് ആരാണ്? ഞാൻ ഈ ഇടതുപക്ഷ ജനാധിപത്യ ഒരു സീനിയർ സിറ്റിസൺ ഫോറം എന്ന പേരിൽ ഒരു ലഘുലേഖ കൂടി കാണുകയുണ്ടായി. അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്ന വയോജനങ്ങളെ ശ്രദ്ധിച്ചവരെ, വയോജനങ്ങളെ പരിഗണിച്ചവരെ നിങ്ങൾ പരിഗണിക്കണമെന്നാണ്. യഥാർത്ഥത്തിൽ വയോജനങ്ങളെ ആരാണ് പരിഗണിച്ചത്? 65 വയസ്സിന് മുകളിലുള്ള വൃദ്ധരായ ആളുകൾക്ക് 2000 രൂപ പെൻഷൻ അനുവദിച്ചത് ഉമ്മൻചാണ്ടിയുടെ സർക്കാരല്ലേ? ആഭരണ നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെ പര്യായം അനൂപ് ഗോൾഡ്, മെയിൻ റോഡ്, ചെറുപുഴ. കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി. HUID ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം. അനൂപ് ഗോൾഡ്, മെയിൻ റോഡ്, ചെറുപുഴ.